നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം. OCI കാർഡ് എന്ന് പറയുമ്പോൾ പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. അതിന്റെ ഏറ്റവും പുതിയ പ്രാബല്യത്തിൽ വന്ന വിശദാംശങ്ങളാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ വിഷയം. അതിലേക്ക് കടക്കുമ്പോൾ OCI ചട്ടങ്ങളിൽ വൻ മാറ്റമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് പുതുക്കിയാൽ 3 മാസത്തിനുള്ളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരും. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ വിദേശ പൗരത്വമുള്ള ഇന്ത്യൻ വംശീയർക്കായുള്ള ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ചട്ടങ്ങളിൽ സുപ്രധാന പരിഷ്കാരങ്ങളുമായിട്ടാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എത്തിയിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മാറ്റങ്ങളാണ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. പാസ്പോർട്ട് പുതുക്കുന്നതിനായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഇനി പിഴ ഈടാക്കേണ്ടി വരും. ഇതിലെ സുപ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ 6 മാസത്തെ താമസ നിബന്ധന ഒഴിവാക്കി, അതായത് റിലീഫ് ഫോർ ഇൻ ഇന്ത്യ ആപ്ലിക്കൻസ്. മുൻപ് ഇന്ത്യയിൽ വെച്ച് OCI കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ വിദേശ പൗരന്മാർ കുറഞ്ഞത് 6 മാസം ഇന്ത്യയിൽ താമസിക്കണമെന്ന നിബന്ധനയുണ്ടായിരുന്നു. എന്നാൽ 2026 ഏപ്രിൽ 8 പുതിയ ഉത്തരവ് പ്രകാരം ഈ നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സാധുവായ വിസയുള്ളവർക്ക് ഇന്ത്യയിൽ എത്തിയ ഉടൻ തന്നെ OCI കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ പുതിയ ഫീസ് ഘടനയാണ്. റിവൈസ്ഡ് ഫീ സ്ട്രക്ചർ ആണ്. ഏപ്രിൽ 1 മുതൽ OCI സേവനങ്ങളുടെ ഫീസ് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പുതിയ OCI കാർഡ് അതിന്റെ ഫീസ് വിദേശത്താണെങ്കിൽ $275 നൽകണം. ഇന്ത്യയിലാണെങ്കിൽ അത് 15,000 രൂപയാണ്. ഇനിയും വിവരങ്ങൾ മാറ്റുന്നതിനോ പുതുക്കുന്നതിനോ ആണെങ്കിൽ, അതായത് റീ ഇഷ്യൂ ചെയ്യണമെങ്കിൽ $25 ആണ് നൽകേണ്ടത്, അല്ലെങ്കിൽ 2,100 രൂപ. ഇനിയും കാർഡ് നഷ്ടപ്പെട്ടാലുള്ള കാര്യം, ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് എടുക്കണമെങ്കിൽ $100 അല്ലെങ്കിൽ 8,300 രൂപ നൽകേണ്ടി വരും. ഇനിയും വൈകി പുതുക്കിയാലുള്ള പിഴയാണെങ്കിൽ പാസ്പോർട്ട് പുതുക്കി 3 മാസത്തിനുള്ളിൽ OCI പോർട്ടലിൽ വിവരം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ $25 ആണ് പിഴയായി നൽകേണ്ടി വരിക. ഇനി അടുത്ത പോയിന്റ്, ഡിജിറ്റൽ അറൈവൽ കാർഡ് നിർബന്ധമാക്കി, അതായത് മാൻഡേറ്ററി അറൈവൽ കാർഡ്. ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ OCI കാർഡ് ഉടമകളും വിമാനത്തിൽ കയറുന്നതിന് മുൻപ് ഓൺലൈനായി അറൈവൽ കാർഡ് പൂരിപ്പിച്ചിരിക്കണം. പഴയ പേപ്പർ ഡിസ്എംബാർക്കേഷൻ ഫോമുകൾ നിർത്തലാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന QR കോഡ് ഇമിഗ്രേഷൻ കൗണ്ടറിൽ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കാര്യമാണ്. ഇത് നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിലെത്തിയാൽ വീട്ടിലെത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയും ചിലപ്പോൾ സംജാതമായേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ, പുതുക്കിയ ചട്ടങ്ങൾ എല്ലാവരും പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ യാത്രാ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനിയും ബയോമെട്രിക് ലിങ്കിംഗ് ആണ്. OCI രേഖകൾ ബയോമെട്രിക് സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ വിമാനത്താവളങ്ങളിലെ പ്രോസസിംഗ് ആണ് വേഗത്തിലാക്കി ലഭിക്കുക. ഇനിയും നേരിട്ടുള്ള അപേക്ഷാ സമർപ്പണം, നോ മോർ പോസ്റ്റൽ ആപ്ലിക്കേഷൻ, അതായത് വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകളിൽ കോൺസുലേറ്റ് അല്ലെങ്കിൽ VFS ഗ്ലോബൽ ഇനി മുതൽ തപാൽ വഴി അപേക്ഷകൾ സ്വീകരിക്കില്ല. ഇത് പ്രത്യേക ഒരു കാര്യമാണ്. അപേക്ഷകർ നേരിട്ട് ഓഫീസിലെത്തി രേഖകൾ സമർപ്പിക്കുകയും ബയോമെട്രിക് വിവരങ്ങൾ നൽകുകയും വേണം എന്നാണ് പുതിയ ചട്ടം. ഇനി പാസ്പോർട്ട് പുതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്പോർട്ട് അപ്ഡേറ്റ് റൂളാണ്. 20 വയസ്സ് തികഞ്ഞതിന് ശേഷം പുതിയ പാസ്പോർട്ട് എടുക്കുമ്പോൾ OCI കാർഡ് നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇത് OCI മിസലേനിയസ് സർവീസ് വഴി ഓൺലൈൻ വഴിയായി ചെയ്യാം എന്നും സർക്കാർ പറയുന്നുണ്ട്. ഇത് 3 മാസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ പിഴ നൽകേണ്ടി വരും. അടുത്തത്, കുട്ടികൾക്കും പങ്കാളികൾക്കും കർശന നിയമങ്ങൾ ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ്. വിദേശത്ത് ജനിച്ച കുട്ടികൾക്ക് OCI കാർഡിന് അപേക്ഷിക്കുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്പസ്തോൽ ചെയ്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. വിദേശ പൗരന്മാരായ പങ്കാളികൾക്കും, അതായത് ഫോറിൻ സ്പൗസസ്, OCI അപേക്ഷിക്കുമ്പോൾ വിവാഹം നിലനിൽക്കുന്നുവെന്ന സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. ഇതിന്റെയൊക്കെ പ്രധാന ലിങ്കുകൾ ഞങ്ങൾ യൂട്യൂബ് ബോക്സിന്റെ, പ്രവാസി ഓൺലൈനിന്റെ യൂട്യൂബ് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ദയവായി ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ചെയ്യേണ്ടവർ, ആവശ്യമുള്ളവർ ഇത് മനസ്സിലാക്കി ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ സംക്ഷിപ്തമായി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന്, അല്ലെങ്കിൽ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വിദേശ പാസ്പോർട്ട് പുതുക്കിയ ഉടൻ തന്നെ OCI പോർട്ടലിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് വഴി പിഴ ഒഴിവാക്കാം. വിമാനത്താവളങ്ങളിലെ യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യാത്രാ തടസ്സം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ യാത്രയ്ക്ക് ഒരു വലിയ എൻജോയ്മെന്റ് ലഭിക്കും. അത് മാത്രമല്ല, കാലാവധി കഴിഞ്ഞതോ അപൂർണമോ ആയ OCI രേഖകളുമായി യാത്ര ചെയ്താൽ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഇമിഗ്രേഷൻ വിഭാഗം പ്രവേശനം നിഷേധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയി, കൃത്യമായി, വ്യക്തമായി, ട്രാൻസ്പെറന്റ് ആയി ലഭിക്കാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ ചാനൽ കാണുക. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക. ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.